കനത്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. തൃശൂർ നഗരത്തിലെ വടക്കേച്ചിറയിൽ ഫ്ളാറ്റുകളിൽ വെള്ളം കയറി. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ ഉൾപ്പെടെ വെള്ളം കയറി. കൊച്ചി നഗരത്തിൽ വൈറ്റില, പാലാരിവട്ടം, ഇടപ്പള്ളി, കാക്കനാട് മേഖലകളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലും മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വാർഡുകളിലും വെള്ളം കയറി. 7 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂരിൽ നിന്ന് സൂരജ് സജീം, കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നും, കൊച്ചിയിൽ നിന്ന് വിനീത വിജിയും, തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാൻസാർ നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ആദ്യം തൃശൂരിലേക്ക് സൂരജ് സജി ചേരുന്നു. സൂരജ്, തൃശൂരിൽ എന്താണ് നിലവിലെ സ്ഥിതി? അശ്വിനി ആശുപത്രി, ഒപ്പം തന്നെ വടക്കേച്ചിറ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു ഇന്നലെ. ഇന്നത്തെ സാഹചര്യം എന്താണ്? പ്രജിൻ, രാവിലെ വിട്ടുനിന്ന മഴ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. തൃശൂർ നഗരത്തെ സംബന്ധിച്ച് മലയോര മേഖലകളിലും കനത്ത മഴയാണ് തുടരുന്നത്. അതിരപ്പള്ളി തുടങ്ങി ഈ കുതിരാൻ വരെ നീളുന്ന മലയോര മേഖലയിൽ വലിയ രീതിയിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്ത കാലത്തെങ്ങും ഇല്ലാത്ത തരത്തിൽ വലിയ വെള്ളക്കെട്ടിലേക്ക് നഗരം പോകുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. 7 മണിക്ക് തുടങ്ങിയ മഴ പെട്ടെന്ന് തന്നെ നഗരം ആകെ വെള്ളത്തിൽ അമരുന്നു. അങ്ങനെയാണ് ഈ അശ്വിനി ആശുപത്രിയിൽ അടക്കം വലിയ രീതിയിൽ നാശനഷ്ടത്തിലേക്ക് ഈ മഴ കൊണ്ടുചെന്നെത്തിക്കുന്ന അശ്വിനി ആശുപത്രിയുടെ കാഷ്വാലിറ്റി അടക്കം സ്കാനിംഗ് സെന്റർ അടക്കം പൂർണ്ണമായും ഈ വെള്ളം കയറുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. മുട്ടറ്റം വെള്ളത്തിലായിരുന്നു ഈ ആശുപത്രി ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്നുണ്ടായിരുന്ന രോഗികളെല്ലാം മുകളിലത്തെ നിലയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ഈ യന്ത്രസാമഗ്രികൾ അടക്കം വലിയ കേടുപാടുകൾ ഉണ്ടായി. 3 കോടിയുടെ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി ഈ ആശുപത്രി അധികൃതർ വിലയിരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലെ മറ്റിടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വീടുകളിലാണ് വലിയ രീതിയിൽ വെള്ളം കയറിയത്. അവിടെയും ഇത്തരത്തിൽ മുട്ടറ്റം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മതിലുകൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്. പാലസ് റോഡിൽ മതിൽ ഇടിഞ്ഞു വീണു. പലയിടങ്ങളിലും മരം വീടുകളിലേക്ക് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പെട്ടെന്ന് തന്നെ നഗരത്തിലാകെ വെള്ളത്തിൽ അമരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ മഴ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഉണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് ഈ പ്രതിപക്ഷമടക്കം ഉയർത്തുന്ന വിമർശനം. ഇന്നലെ ഈ അശ്വിനി ആശുപത്രിക്ക് സമീപം ഉണ്ടായിരുന്ന PWDയുടെയും കോർപ്പറേഷന്റെയും കാന, അതിലൂടെ വെള്ളം ഒഴുകിപ്പോകാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ആശുപത്രിയിൽ ഏറെ നേരം, അതായത് ഈ വെള്ളം മറ്റിടങ്ങളിൽ ഇറങ്ങിപ്പോയപ്പോഴും ഈ ആശുപത്രിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് ഈ കാന പൊളിച്ചാണ് രാത്രിയോടുകൂടി വെള്ളം കടത്തിവിട്ടത്. അതേസമയം ഈ വടക്കേച്ചിറയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലും ഇന്നലെ അണ്ടർഗ്രൗണ്ടിൽ അടക്കം വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുകയാണ് പിന്നീട് ഫയർഫോഴ്സ് ചെയ്തത്. രാവിലെയോടുകൂടി മാത്രമാണ് അവിടുത്തെ വെള്ളം പൂർണ്ണമായും മാറ്റാനായത്. ഒത്തിരി വാഹനങ്ങൾ, നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പ്രജി, ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അഖിൽ ഷാൻസാർ അവിടെ നിന്ന് നൽകും സംസ്ഥാനത്തെ പൊതുമഴ സാഹചര്യം. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്. എന്താണ് നിലവിൽ വന്നിരിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്? ശക്തമായ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? വിവരങ്ങൾ. പ്രജിൻ, വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ എറണാകുളം, ഇടുക്കി, പാലക്കാട്, തൃശൂർ, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഇവിടങ്ങളിലൊക്കെ അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മറ്റ് 7 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീവ്രമായ മഴയാണ് സംസ്ഥാനത്ത് ലഭിക്കുന്നത്. അത്തരത്തിൽ തന്നെ മഴ അടുത്ത 3 ദിവസങ്ങളിലും തുടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നാളെയോടുകൂടി ഈ മഴയ്ക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാകും എന്നുള്ളൊരു കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പക്ഷേ അത് വലിയൊരു മാറ്റമായിരിക്കില്ല. മഴ തുടരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളം, മധ്യ കേരളം, അതുപോലെ തന്നെ ഈ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായ മഴ, അതുപോലെ തന്നെ ഇടിമിന്നലിനും കാറ്റിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ നൽകുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും കൃത്യമായി ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്, യെല്ലോ അലർട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ നിലവിൽ ഈ അലർട്ടുകൾക്കൊന്നും, ഈ യെല്ലോ അലർട്ടുകൾ അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ടുകൾക്കൊന്നും മാറ്റമില്ല. പക്ഷേ ഉച്ചയോടുകൂടി മഴ ശക്തമാവുകയാണെങ്കിൽ ഈ അലർട്ടുകൾക്കുൾപ്പെടെ മാറ്റം വരും. നമുക്കറിയുന്നത് പോലെ ഈ പെട്ടെന്നുണ്ടായ അതിതീവ്ര മഴ അത് വലിയ നാശനഷ്ടങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദേശീയപാതയുടെ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്മാർട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നഗരത്തിലും അതുപോലെ തന്നെ നഗരത്തിലെ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളും ഇത്തരത്തിൽ സർക്കാർ നേരത്തെ മുൻകരുതൽ എടുക്കാത്തത് കൊണ്ട് തന്നെ ജനങ്ങളും വലിയ രീതിയിൽ ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും
കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കണം, ജാഗ്രത കാണിക്കണമെന്നാണ് സർക്കാർ സംവിധാനങ്ങളോടും ജനങ്ങളോടും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത്. അഖിൽ ഷാ, അതോടൊപ്പം തന്നെ ഈ പ്രത്യേകിച്ച് നമ്മുടെ മധ്യ കേരളത്തിലും ഒപ്പം വടക്കൻ ജില്ലകളിലും ഒക്കെ തന്നെയുള്ള സ്ഥലങ്ങളിൽ അവിടെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് വെള്ളം കയറുന്നു, ഇൻഫോ പാർക്കിനകത്ത് വെള്ളം കയറുന്നു. അവിടെയൊക്കെ വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. പലയിടങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ വിഷയങ്ങളിൽ എങ്ങനെയായിരിക്കും ഇടപെടുക? ഇന്ന് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിക്കുകയോ അല്ലെങ്കിൽ യോഗം ചേരുകയോ ചെയ്യുന്നുണ്ടോ? നമുക്കറിയുന്നത് പോലെ തന്നെ മഴയുണ്ടാകും എന്നറിയാമായിരുന്നു. പക്ഷേ ഈ മഴ ഇത്രയധികം അതിതീവ്രമായി പെയ്യുമെന്നുള്ളൊരു ഒരു ജാഗ്രതയൊന്നും നമുക്കില്ലായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഴയ്ക്ക് മുന്നോടിയായി കൃത്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാത്തതിന്റെ കാരണത്താലാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂക്ഷമാകാൻ കഴിഞ്ഞ മഴക്കാലത്തേക്കാൾ അപ്പുറം വെള്ളക്കെട്ടുകൾ അതിരൂക്ഷമാകാനുള്ള ഒരു വഴി ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായുള്ള ആരോപണം. അത് ഈ കഴിഞ്ഞ ദിവസമൊക്കെ കൊച്ചിയിലും അതുപോലെ തന്നെ തൃശ്ശൂരിലുമൊക്കെ നമ്മൾ കണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അതായത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ഉൾപ്പെടെ ചർച്ചകൾ നടത്തി ഏതൊക്കെ തരത്തിലാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കുക, ഈ ജനങ്ങളെ സുരക്ഷിതരായി അവരുടെ എങ്ങോട്ടേക്കെങ്കിലും മാറ്റണമെങ്കിൽ അത്തരത്തിൽ മാറ്റേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൃത്യമായി സർക്കാർ ഇനിയും നിലപാട് അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും തിരുവനന്തപുരം നഗരമാണ് ഏറ്റവും പ്രധാനമായും വെല്ലുവിളി നേരിടുന്നത്. കാര്യം ഈ മഴ ഒന്ന് ശക്തമായാൽ തന്നെ നഗരം പൂർണ്ണമായി മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനും വലിയ വിമർശനമാണ് സർക്കാരിനും അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനും നേരിടുന്നത്. കഴിഞ്ഞ ദിവസം ചാല മാർക്കറ്റിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നത് വലിയ വിമർശനങ്ങൾക്കും മേയർ പ്രതികരിക്കാത്തതിൽ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ തീരുമാനം, അത് ഏത് തരത്തിലാണ് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ തീരുമാനം ഇനിയും എടുക്കേണ്ടതുണ്ട്. പ്രജിൽ, ശരി. അഖിൽ ഷാൻ സാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് വരാം. മധ്യ കേരളത്തിൽ എന്താണ് മഴ സാഹചര്യം എന്ന് നോക്കാം. വിനീത വി ജി അവിടെ നിന്ന് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. വിനീത, കൊച്ചിയിലെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് ഈ താഴ്ന്ന പ്രദേശങ്ങൾ, നഗരപ്രദേശങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ട്. ഇൻഫോ പാർക്കിൽ ഇന്നലെ വെള്ളം കയറുന്ന സാഹചര്യം, അവിടെ വർക്കുകളെല്ലാം മുടങ്ങുന്ന സാഹചര്യമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എന്താണ് ഇന്നത്തെ മഴ സാഹചര്യം? ഒപ്പം ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവസ്ഥ എന്താണ്? പ്രജനി, കാലവർഷം എത്തും മുൻപേ തന്നെ മഴയൊന്ന് കനത്തപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു ദുരിതകാലമായിരുന്നു എന്നതിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം പല മേഖലകളിലേക്കും അതിശക്തമായിട്ടുള്ള മഴയാണ് ലഭിച്ചത്. ഏതാണ്ട് 1.5 മണിക്കൂറോളമാണ് ഇന്നലെ കൊച്ചി നഗരത്തിൽ മഴ തകർത്തു പോയത്. തുടർന്ന് പല മേഖലകളിലും വെള്ളക്കെട്ടടക്കം രൂപപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഫോ പാർക്കിൽ തന്നെയാണ്. ഈ ഇൻഫോ പാർക്കിലെ പാർക്കിംഗ് ഏരിയകളിലൊക്കെയാണ് ഇന്നലെ വെള്ളക്കെട്ടുണ്ടായത്. ഈ പാർക്ക് ചെയ്തിരിക്കുന്ന പല വാഹനങ്ങളും വെള്ളത്തിൽ ഒഴുകി നീന്തി പോകുന്നതൊക്കെയാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ ഇൻഫോ പാർക്കിൽ അവർ പറയുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മഴ കൂടുതൽ ശക്തമായപ്പോഴും ഈ വെള്ളക്കെട്ട് ഉണ്ടാകാത്ത ഇടങ്ങളിലൊക്കെയാണ് ഇന്നലെ മഴ കനത്തതോടെ വെള്ളക്കെട്ടുണ്ടായത്. അതൊരൽപ്പം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട് ജില്ലയിൽ. അങ്ങനെയെങ്കിൽ മഴ കൂടുതൽ ശക്തമായി തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളപ്പോൾ ഈ മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വിവിധയിടങ്ങളിലേക്ക് വീണ്ടും ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്നലെ പൂത്തോട്ടയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഒപ്പം തന്നെ ഈ പുത്തൻകുരിശ് ഭാഗത്ത് MGM സ്കൂളിന്റെ മതിൽ കനത്ത മഴയത്ത് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. തൃപ്പൂണിത്തുറ, ഇടപ്പള്ളി, കലൂര്, പാലാരിവട്ടം, MG റോഡ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഇടറോഡുകളിലും പല വീടുകളിലേക്കുമൊക്കെ വെള്ളക്കെട്ടിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ അനുഭവപ്പെട്ടിരുന്നത്. ഇന്നും സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മഴയുടെ ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും പല മേഖലകളിലും മഴ തകർത്തു പെയ്യുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇൻഫോ പാർക്ക്, ഒപ്പം തന്നെ നമുക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞ കലൂര്, പാലാരിവട്ടം തുടങ്ങിയ മേഖലകളിലൊക്കെ ഇങ്ങനെ നഗര മേഖലകളിലൊക്കെ മഴ കൂടുതൽ ശക്തമായി പെയ്യുന്നുണ്ട്. മലയാറ്റൂർ, കാലടി പോലുള്ള മലയോര മേഖലകളിൽ, കോതമംഗലം ഉൾപ്പെടെയുള്ള മേഖലകളിലും ശക്തമായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങരുതെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശമുള്ളത്. തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ ഈ പെരിയാറിന്റെ തീരത്തൊക്കെ ഉള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശമുള്ളത്. പ്രജിൻ, വിനീത, ഒപ്പം തന്നെ ഈ കൊച്ചി നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെയുള്ള ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ്? കാരണം ഈ കഴിഞ്ഞ 2 ദിവസം മുൻപ് മഴ പെയ്തപ്പോൾ MG റോഡിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടുണ്ടായിരുന്നില്ല. അത് ആശ്വാസമായി എന്ന വാർത്ത വന്നിരുന്നു. ഇന്നലെയൊക്കെയുള്ള അവസ്ഥ എന്താണ്? ഇടപ്പള്ളി, ഒപ്പം തന്നെ MG റോഡ്, ആ മേഖലകളിലൊക്കെ?
തീർച്ചയായും പ്രജിൻ, ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴയൊന്ന് ചെറുതായി കനത്താൽ തന്നെ നഗരത്തിലെ പല ഇടങ്ങളിലേക്കും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം MG റോഡിലൊക്കെ കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുകയും പിന്നീട് അത് വലിയ രീതിയിൽ ദുരിതം വിതയ്ക്കുന്നതൊക്കെ ഒരു സാഹചര്യമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഈ കാലവർഷം എത്തും മുൻപ് തന്നെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ഫലം കണ്ടു എന്നുള്ളത് ഈ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയും എന്നുകൂടി വേണം പറയാൻ. കാരണം 2 ദിവസത്തേക്ക് കൂടി മഴ കൂടുതൽ കനക്കുമെന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. ഈ കാനകൾ പലതും നിറഞ്ഞ് ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. ഒപ്പം തന്നെ പല മേഖലകളിലും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഈ ഓടകളൊക്കെ പൂർണ്ണമായും അടഞ്ഞ നിലയിലായിരുന്നു എന്നൊരു ആരോപണം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഈ റോഡുകളിലേക്ക് എത്തുമ്പോൾ അതിന് ഒഴുകിപ്പോകാനുള്ള ഒരു സൗകര്യം നിലവിൽ പ്രധാന നഗരമേഖലകളിലേക്ക് ഒന്നും തന്നെ ഇല്ല. ഇതാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയതിന്. കോഴിക്കോട്ടേക്ക് പോകുന്നു. അഭിജിത്ത് മുഴക്കുന്ന് നൽകും അവിടെ നിന്ന് വിവരങ്ങൾ. അഭി, ഗുഡ് മോർണിംഗ്. എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അകത്തൊക്കെ ഇന്നലെ രാത്രി വെള്ളം കയറി അവിടെ കൂട്ടിരിപ്പുകാരൊക്കെ വലിയ ദുരിതത്തിലായിരുന്നു. അവിടുത്തെ വെള്ളമൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റിടങ്ങളിലെ മഴ സാഹചര്യം എന്താണ്? ഈ മാവൂർ മേഖലയിൽ വലിയ തോതിൽ കൃഷിനാശം ഉണ്ടായെന്ന വാർത്തകളും വരുന്നുണ്ടല്ലോ. പ്രജിൻ, തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻവശത്താണ് ഞാനുള്ളത്. ഈ മെഡിക്കൽ കോളേജിന്റെ അകത്ത് ഇന്നലെ ചെറിയൊരു കുളത്തിന് സമാനമായിരുന്നു. കനത്ത മഴയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം, രോഗികളെ ഉൾപ്പെടെ ഇതിനകത്തു നിന്ന് മാറ്റേണ്ട സാഹചര്യം, ഒപ്പം ICU-വിനകത്ത് വരെ വെള്ളം കയറുന്ന ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഏറെ വൈകിയാണ് ഇന്നലെ ഈ ക്ലീനിങ് ഒക്കെ നടന്നത്. അതിനുശേഷം നിലവിൽ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിലവിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ കുട്ടിരിപ്പുകാരൊക്കെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. നമുക്ക് ഇപ്പോൾ ഇവിടെ ചില കുട്ടിരിപ്പുകാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്തായിരുന്നു ചേട്ടാ ഇന്നത്തെ ഒരു സാഹചര്യം? ഇന്നലെ വെള്ളം കയറി മൊത്തത്തിൽ ഇവിടെ കിടക്കുന്ന പായും കാര്യങ്ങളൊക്കെ എല്ലാവരും നേരിട്ട് ഓടി. ഉള്ളിലൊക്കെ ഫുൾ വെള്ളമായിരുന്നു. പിന്നെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ മഴ ചെയ്തിട്ട് കിടക്കാനൊന്നും സ്ഥലമില്ല. എല്ലാവരും ഇവിടെ രാത്രി 2 മണി വരെ നിന്നതാണ്. ഒരു പിഞ്ച് നമ്മളൊക്കെ ഇവിടെ നിന്നതാണ്. വലിയ ബുദ്ധിമുട്ടായിരുന്നു ചേട്ടാ? വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവിടെ കിടക്കാൻ ഇത്രയും സൗകര്യമുള്ളൂ ഇവിടെ. പക്ഷെ ഇന്നലെ ഫുള്ള് വെള്ളമായിരുന്നു. ഇതിൽ പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഫുള്ള് ICU-കളുള്ള ആൾക്കാരാണ് അധികം. 10-60 ദിവസമായവരൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ ബന്ധപ്പെട്ട അധികാരികൾക്ക് എത്രയും പെട്ടെന്ന് എത്ര കിടക്കാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഏതായാലും ഇങ്ങനെയാണ് ഇവിടെ ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യം. കുട്ടിരിപ്പുകാരൊക്കെ വലിയ ദുരിതത്തിലായി. ഏതായാലും നിലവിൽ അതിനൊരു പ്രശ്നപരിഹാരം ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം വെള്ളം ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. മോട്ടോറൊക്കെ ഉപയോഗിച്ചാണ് വെള്ളം ഇതിനകത്തുനിന്ന് മാറ്റുന്ന ഒരു പരിഹാരത്തിലേക്ക് ഇവർ കടന്നത്. ഒപ്പം തന്നെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടിന്റെ മലയോര മേഖലയിലും വലിയ നാശനഷ്ടമാണ് ഇന്നലത്തെ മഴയിൽ ഉണ്ടായത്. മാവൂർ മേഖലയിൽ കൃഷിനാശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കനത്ത മഴയിൽ വ്യാപകമായി വാഴകൾ നശിക്കുന്ന ഒരു പ്രശ്നം, ഈ വാഴ കനത്ത ഒരു നാശനഷ്ടം ഈ വെയിൽ കനത്തപ്പോൾ തന്നെ അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. വാഴകൾ ഒടിഞ്ഞു തൂങ്ങുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ മഴ കനത്ത് പെയ്തതോടുകൂടി ഈ വാഴകൾ പൂർണ്ണമായും നിലംപതിക്കുകയാണ് ഇന്നലെ ഉണ്ടായത്. കൂടാതെ ഈ മാവൂർ മേഖലയിലെ ഗ്രാമീണ റോഡുകൾ ഇടിഞ്ഞു താഴുന്ന ഒരു പ്രശ്നം കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴ മാത്രമാണ് കോഴിക്കോടിന്റെ നഗരമേഖലകളിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഈ മലയോര മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം. ഒപ്പം ഈ മത്സ്യബന്ധനത്തിനായി പോകുന്നവർ, കൂടാതെ ഈ വിനോദയാത്രകൾക്കായി ബീച്ചുകളിലേക്ക് പോകുന്നവർ, അങ്ങനെ എല്ലാ മേഖലകൾക്കും നിലവിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. പ്രജിൻ, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകി. സംസ്ഥാനത്തെ പൊതുമഴ സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്തായാലും കോഴിക്കോട്ടും ഒപ്പം തന്നെ കൊച്ചിയിലുമൊക്കെ വെള്ളക്കെട്ട് ചെറിയ രീതിയിൽ മാറി വരുന്നു എന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.